ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. കുറച്ച് തിരക്കിൽ പെട്ടുപോയി. സോ ലെറ്റ് us കണ്ടിന്യൂ ദ ടോപ്പിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അതിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. വി ആർ ഹാവിങ് ദ സ്കിൽ ടു ഐഡൻറ്റിഫൈ ദ ടു അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ കണ്ടുപിടിക്കാൻ അറിയാം. ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ലൈക്ക് അസറ്റ്സ്, എക്സ്പെൻസ്, ലയബിലിറ്റീസ് ഓർ ഇൻകം. ആ രണ്ട് അക്കൗണ്ടുകൾ അസറ്റാണോ, എക്സ്പെൻസ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ എന്ന് കണ്ടുപിടിക്കാൻ അറിയാം. ആൻഡ് വി നോ ഹൗ ടു ഐഡൻറ്റിഫൈ വെദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് അക്കൗണ്ട്സ് ഹാപ്പൻസ്. ഓരോ അക്കൗണ്ടിലും അസറ്റിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത്, ലയബിലിറ്റീസിൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്താൻ നമുക്കറിയാം. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ടു ഗീവ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കോഡ് ഫോർ ഈച്ച് അക്കൗണ്ട് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റ് കോഡാണോ ക്രെഡിറ്റ് കോഡാണോ കൊടുക്കേണ്ടത് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അത് നമുക്ക് അതിൻ്റെ റൂള് നമ്മൾ ഓർമ്മയുണ്ടാവും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസുകൾ മുഴുവൻ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകം മുഴുവൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ട് ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും റൂള്. ഓക്കെ, സോ ഇഫ് യു ആർ ഹാവിങ് ദ എബവ് സ്കിൽസ് ദെൻ യു ആർ റെഡി ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ ദി ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി. നമ്മൾ ഈ പറയുന്ന രീതിയിൽ 4 സ്കില്ലുകളും നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി, ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. So now we are going to see how to enter or record the transaction in the original book of entry. അപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് അക്കൗണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു, അത് ഏതാ ടൈപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കി. അതനുസരിച്ച് ഡെബിറ്റ് കോഡും ക്രെഡിറ്റ് കോഡും കൊടുത്തു. അങ്ങനെ ഡെബിറ്റ് കോഡും ക്രെഡിറ്റ് കോഡും കൊടുത്തിട്ട് നമ്മൾ ബുക്കിലേക്ക് എഴുതണമല്ലോ. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ ദി ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി. എങ്ങനെയാണ് ശരിക്കുള്ള ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി, ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഈ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് എൻട്രി ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ആദ്യം ഏത് ബുക്കിലാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ ബുക്കിനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുന്നത്. So journal is the first book in which we are entering the business transaction. ബിസിനസ് ട്രാൻസാക്ഷനിലെ രണ്ട് അക്കൗണ്ടുകളിൽ ഒരെണ്ണത്തിനെ ഡെബിറ്റ് ചെയ്യുകയും രണ്ടാമത്തേനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ബുക്കിലാണോ ആദ്യം തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ ബുക്കിനെ പറയുന്ന പേരാണ് ജേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ബിസിനസ് കൺസേണിലും അല്ലെങ്കിൽ ബിസിനസ് ഫേമിലും ഒരു ജേർണൽ ഉണ്ടാവും. ആ ജേർണലിലായിരിക്കും ഏറ്റവും ആദ്യം ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും എൻ്റർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ജേർണൽ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻ അക്കൗണ്ടിങ് ജേർണൽ ഈസ് ദ ഒഫീഷ്യൽ ബുക്ക് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് ഫേമിൻ്റെ ഒഫീഷ്യൽ ബുക്കാണ്. ഇൻ വിച്ച് ആ ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദ ട്രാൻസാക്ഷൻസ് ആർ ഇനീഷ്യലി റെക്കോർഡഡ് ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ. ട്രാൻസാക്ഷൻസ് മുഴുവൻ ഇനീഷ്യലി ഏറ്റവും ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒഫീഷ്യൽ ബുക്കിലാണ്. ആൻഡ് ദാറ്റ് ടു ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ. അത് എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, തോന്നിയ പോലെയല്ല, ക്രൊണോളജിക്കൽ ഓർഡറിലാണ്. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷനാണോ ഏറ്റവും ആദ്യം ഉണ്ടായത് ആ ട്രാൻസാക്ഷൻ ആദ്യം എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ, അങ്ങനെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓർഡറിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ജേർണലിൽ. ഓക്കെ, നമ്മളൊരു അക്കൗണ്ടിങ് ജേർണൽ പരിചയപ്പെടാൻ പോവാണ്. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ ജേർണൽ. ഈ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം എൻ്റർ ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുന്നത്, അല്ലേ? സോ അതിൽ എന്തൊക്കെ കോളുണ്ട്, ഡേറ്റ് കോളുണ്ട്, ഏത് ഡേറ്റിലാണ് ആ ട്രാൻസാക്ഷൻ ഉണ്ടായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പർട്ടിക്കുലേഴ്സ് കോളം, ഇവിടെയാണ് നമ്മൾ, ഈ കോളത്തിലാണ് നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനിലും രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഡെബിറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഡെബിറ്റ് അക്കൗണ്ട് ആയിരിക്കും ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടിയിൽ ക്രെഡിറ്റ് അക്കൗണ്ടും രേഖപ്പെടുത്തണം. രണ്ടും രേഖപ്പെടുത്താനുള്ള കോളമാണ് പർട്ടിക്കുലേഴ്സ് കോളം. ഇനി ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്ന ബുക്കാണ് ഇത് ജേർണൽ. ഈ ജേർണലിലാണ് നമ്മൾ ഏറ്റവും ആദ്യം എൻ്റർ ചെയ്യുന്നത്. ജേർണലിൽ എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ ആ ട്രാൻസാക്ഷൻ
അതേ ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ അടുത്ത ബുക്കിലേക്കും കൂടെ എൻ്റർ ചെയ്യും. ആ രണ്ടാമത്തെ ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ ജേണല്, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ജേണലിൽ നമ്മൾ എൻ്റർ ചെയ്യും. ആ ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ ഏത് പേജിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോളമാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെബിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളം, ക്രെഡിറ്റ് എമൗണ്ട് എഴുതാനുള്ള കോളം. അങ്ങനെ ഇത്രയും കോളങ്ങളാണ് നിർബന്ധമായിട്ടും ഒരു ജേണലിന് ഉണ്ടാകേണ്ടത്. ഓക്കെ, സോ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ആദ്യം ഈ ജേണൽ എന്ന് പറയുന്ന ഈ ബുക്കിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ആ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഓരോ ട്രാൻസാക്ഷനെയും ജേണലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുക ജേണൽ എൻട്രികൾ എന്നാണ് പറയുക. ഓക്കെ, നമുക്കൊരു കുറച്ച് ജേണൽ എൻട്രീസ് ഞാനിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതൊരു ജേണൽ എൻട്രി ആണ്. ഓക്കെ, ജേണൽ എൻട്രി, ആ ജേണൽ എൻട്രി എന്ന് പറയുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്, ഡേറ്റ് 1/2020 അത് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ഏത് അക്കൗണ്ടാണ് ഇടുക, ഡെബിറ്റ് അക്കൗണ്ടാണ് ഇടുക. ഇവിടെ ഡെബിറ്റ് എന്ന് എഴുതുന്ന ഒരു സ്റ്റൈലുണ്ട്. പണ്ടൊക്കെ ഡെബിറ്റ് എന്ന് എഴുതുമായിരുന്നു, ഇപ്പോൾ ഡെബിറ്റ് എന്ന് എഴുതേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും ആദ്യം എഴുതുന്ന അക്കൗണ്ട് എന്ത് അക്കൗണ്ട് തന്നെയായിരിക്കും, ഡെബിറ്റ് അക്കൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് അവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് കോളത്തിൽ എന്ത് എഴുതിയിട്ടുണ്ട്, 2 ലക്ഷം എന്ന് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇന്ന് എന്താ നമുക്ക് മനസ്സിലാവേണ്ടത്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അസറ്റ് അക്കൗണ്ടാണ്. അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യാഷ് കൂടി, സോ ക്യാഷ് വന്നു എന്നർത്ഥം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റിയാണ്, ഓണറിനോടുള്ള ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ക്രെഡിറ്റാണ് ചെയ്തിരിക്കുന്നത്. സോ ലയബിലിറ്റിയും കൂടി, അസറ്റും കൂടി, ലയബിലിറ്റിയും കൂടി. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ, സ്റ്റാർട്ടഡ് ദ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹2 lakh, 2 ലക്ഷം രൂപ ഇറക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ 2 ലക്ഷം രൂപ ക്യാഷ് വന്നു ബിസിനസ്സിലേക്ക്. സോ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. പക്ഷേ ഓണറിനോടുള്ള ലയബിലിറ്റി 2 ലക്ഷം രൂപയുടെ ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, കാരണം ഓണറാണല്ലോ കാശ് തന്നിരിക്കുന്നത്. സോ ഓണറിനോടുള്ള ലയബിലിറ്റി ക്യാപിറ്റൽ അക്കൗണ്ട് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ദാറ്റ് വി ഹാവ് എൻറ്റേർഡ്. ദിസ് ഈസ് കോൾഡ് ജേർണൽ എൻട്രി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേർണൽ എൻട്രി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കിക്കോളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ അസറ്റോ അല്ലെങ്കിൽ എക്സ്പെൻസോ ആയിരിക്കും. പർച്ചേസ് അക്കൗണ്ട് നമുക്കറിയാം എക്സ്പെൻസ് ആണ്. സോ 52,000 ഡെബിറ്റ് എൻട്രി വന്നിട്ടുണ്ട്, പർച്ചേസ് അക്കൗണ്ടാണത്. സോ പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് 52 രൂപ. ആ എക്സ്പെൻസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ക്യാഷ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ക്യാഷ് കുറഞ്ഞു. ഒരു അസറ്റ് കൂടുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അസറ്റ് കുറയുമ്പോൾ, ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് അക്കൗണ്ടിൻ്റെ നേരെ എന്താ വന്നിരിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് 52,000 വന്നിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന അതേ എമൗണ്ട് തന്നെയായിരിക്കും ക്രെഡിറ്റ് സൈഡിലും വരിക. ഓക്കെ, പർച്ചേസ്ഡ് മെറ്റീരിയൽ ഇൻ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ മെറ്റീരിയൽസ് മേടിച്ചു, അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിനെ ഒരു ജേണൽ എൻട്രിയുടെ ഫോർമാറ്റിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഒരു ബിസിനസ്സിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും നമ്മൾ ജേണലിലേക്ക് എൻ്റർ ചെയ്യുക. ഇപ്പോൾ 1-ാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസാക്ഷൻ 12-ാം തീയതിയാണ് ഉണ്ടായത്. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുക. 1-ാം തീയതി ആദ്യം എഴുതും, പിന്നെ 12-ാം തീയതി ഉണ്ടായിട്ടുള്ളത് 12-ാം തീയതി എഴുതും. അടുത്തത് 20-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്ത് ഉടനെ ഉറപ്പിച്ചോളൂ, അത് വരികയാണ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് വന്നു, 88,000 രൂപ ക്യാഷ് വന്നു. എങ്ങനെയാണ് വന്നത്, സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് എഴുതുന്ന അക്കൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് അക്കൗണ്ട്. ആദ്യം എഴുതുന്നത് ഡെബിറ്റ് അക്കൗണ്ടും രണ്ടാമത് എഴുതുന്നത് ക്രെഡിറ്റ് അക്കൗണ്ടും. അതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, സോ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിറ്റ് കിട്ടിയ കാശാണ്, അത് ഇൻകമാണ്. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യാനാണ് റൂള് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 88,000 രൂപ നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതിയിട്ടുണ്ട് സെയിൽസ് അക്കൗണ്ടിന് നേരെ. സോ ഇവിടെ എന്താണ്, സോൾഡ് മെറ്റീരിയൽസ് ഇൻ ക്യാഷ്. അതാണ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും, ഓരോ എൻട്രി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു ബ്രാക്കറ്റിൽ നമ്മളൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, എന്താണ് ഉണ്ടായതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ ജേർണൽ. ഇത് ജേർണലാണ്. ദിസ് ഇസ് ദ ഒറിജിനൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇതിലേക്കാണ് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനും ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക. നമ്മളിവിടെ ലെഡ്ജർ ഫോളിയോയിൽ ഏത് ലെഡ്ജറിലെ പേജിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടില്ല.
അത് നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ സെൻസിലാണ് അത് വരിക. എന്തായാലും ഈ കോളം അതിനുള്ളതാണ്. ഈ ഓരോ ജേണൽ എൻട്രികളും, ഈ ഓരോ ജേണൽ എൻട്രിയും ആദ്യം ജേണലിൽ വന്നു, അപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ ബുക്കിലേക്ക്, ജേണൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബുക്കാണ്, അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്ന ബുക്കാണ് രണ്ടാമത്തെ ബുക്ക്, ലെഡ്ജർ എന്ന് പറയുന്നത്. അത് ക്ലാസിഫിക്കേഷൻ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ജേണലിൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ ആ ട്രാൻസാക്ഷൻ നമ്മൾ ലെഡ്ജറിലും എൻ്റർ ചെയ്യും. അപ്പോൾ ആ ലെഡ്ജറിലെ ഏത് പേജിലാണ് അത് എൻ്റർ ചെയ്യണമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോളാണത്. ഓക്കെ, സോ നമുക്ക് കുറച്ചും കൂടെ എന്താണ് ട്രാൻസാക്ഷൻസ് എന്ന് നോക്കാം. നമ്മൾ കണ്ടിട്ടുള്ള ട്രാൻസാക്ഷനാണ്. ഓൺ 5/2/2020 ഫേം ടുക്ക് എ ബാങ്ക് ലോൺ ഓഫ് ₹3 lakhs. 3 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ എടുത്തു. അപ്പോൾ ക്യാഷ് വന്നു. ക്യാഷ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, അത് നമുക്കറിയാം. അതേസമയത്ത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. സോ ബാങ്ക് ലോൺ ഈസ് എ ലയബിലിറ്റി, ഒരു ബാധ്യത വന്നിരിക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ ബാധ്യതയെ ക്രെഡിറ്റ് ചെയ്യണം. ഇത് രണ്ടും നമുക്കറിയാം. സോ എങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ ഒരു ജേണലിൽ എൻ്റർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഏറ്റവും ആദ്യം കാണിക്കുന്ന അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതുക. സോ ഇവിടെ ക്യാഷ് അക്കൗണ്ടാണ് ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത്. സോ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, കാരണം ക്യാഷ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്തു നമ്മൾ. ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് കോളത്തിൽ 3 ലക്ഷം രൂപ. സോ ബാങ്ക് ലോണിൻ്റെ നേരെ 3 ലക്ഷം ക്രെഡിറ്റ് കോളത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ. സോ ഒരു നരേഷനും കൊടുത്തു, ടുക്ക് എ ബാങ്ക് ലോൺ ഓഫ് ₹3 lakh. അത് 5-ാം തീയതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മറ്റേതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല കേട്ടോ, നേരത്തെ കാണിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല. ഇത് പുതിയ ജേണൽ എൻട്രിയാണ്. ഞാൻ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന, ഇങ്ങനെയാണ് ഹെഡിങ് കൊടുക്കുക, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. 5-ാം തീയതിയാണ് ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് വിചാരിക്കുക. സോ 5-ാം തീയതിത്തെ ട്രാൻസാക്ഷൻ എന്തായാലും ഡേറ്റിൻ്റെ ഓർഡറിലായിരിക്കണം ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? ഓൺ 10/2/2020 ഫേം പർച്ചേസ്ഡ് മെഷീനറി വർത്ത് ₹1,50,000 ബൈ ഗിവിങ് ക്യാഷ്. മെഷീനറി മേടിച്ചു ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ മെഷീനറി എന്ന് പറഞ്ഞാൽ അസറ്റ് വന്നു, ഡെബിറ്റ് ചെയ്യണം മെഷീനറിനെ, അസറ്റാണ്. പക്ഷേ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് 1.5 ലക്ഷം രൂപ പോവുകയാണ് ചെയ്യുന്നത്, നമ്മളത് കൊടുക്കല്ലേ ചെയ്യുന്നത്. സോ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. സോ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണത്. പക്ഷേ ഈ ഫോർമാറ്റിലാണ് നമ്മളത് എൻ്റർ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം ഡെബിറ്റ് അക്കൗണ്ട് നമ്മൾ എഴുതി. അതിൻ്റെ നേരെ ഡെബിറ്റ് എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമുക്കറിയാം ഏറ്റവും ആദ്യം എഴുതുന്ന അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആണെന്നുള്ളത് അക്കൗണ്ടൻറ്റിനും അറിയാം, അക്കൗണ്ടൻസി എന്ന് പറയുന്ന ലാംഗ്വേജ് അറിയുന്ന ബാക്കിയുള്ളവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഡെബിറ്റ് എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. ഡെബിറ്റ് കോളത്തിൽ 1,50,000 എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കാരണം അത് കുറയാണ് ചെയ്യുന്നത്. സോ അത് ക്രെഡിറ്റ് കോളത്തിൽ 1,50,000. പർച്ചേസ്ഡ് മെഷീനറി വർത്ത് ₹1,50,000. ദാറ്റ് ഈസ് ദ നരേഷൻ. അങ്ങനെ 10-ാം തീയതിത്തെ 5-ാം തീയതിത്തെ ആദ്യം എഴുതി, പിന്നെ 10-ാം തീയതിത്തെ എഴുതി. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് 28-ാം തീയതി എന്തുണ്ടായത്? 28/2/2020 ഫേം പെയ്ഡ് വേജസ് ₹11,000. സോ 11,000 രൂപ വേജസ് കൊടുത്തു. വേജസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യാനാണ് റൂള്. ക്യാഷ് 11,000 രൂപ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്, അസറ്റ് കുറഞ്ഞിട്ടുണ്ട്. അസറ്റ് കുറഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ വേജസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു 11,000. ആൻഡ് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ്, ക്യാഷാണല്ലോ എടുത്തു കൊടുക്കുന്നത്. സോ ക്യാഷ് കുറഞ്ഞു, അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സോ പെയ്ഡ് വേജസ് ₹11,000. സോ ഇതാണ് ജേണൽ എൻട്രീസ്. ഈ ഒരു ഹെഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ജേണൽ എൻട്രിയിലും നമ്മൾ ഹെഡിങ് ഇതായിരിക്കും, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ്. ഏത് കമ്പനിയുടെ ബുക്കിലാണോ നമ്മൾ എഴുതുന്നത് ആ കമ്പനിയുടെ പേര് ഇവിടെ എഴുതും. ഇവിടെ ഞാൻ എക്സാമ്പിളിന് എക്സ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി കാണാൻ പോകുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്ന സംഗതി എന്താണെന്നുള്ളതാണ്. നമ്മൾ പർച്ചേസും സെയിൽസും എന്താണെന്നുള്ളത് അറിയാം. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സോ പർച്ചേസ് ഈസ് ആൻ എക്സ്പെൻസ് വൈൽ സെയിൽസ് ഈസ് ആൻ ഇൻകം. ഓക്കെ, അത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ എന്താണ് ക്രെഡിറ്റ് പർച്ചേസ്, എന്താണ് ക്രെഡിറ്റ് സെയിൽസ്? ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കോഡുമായിട്ട് ഇതിനെ കൺഫ്യൂഷൻ ആവരുത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ആ കോഡും ഈ ക്രെഡിറ്റും തമ്മിലൊരു ബന്ധമില്ല. ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വേറൊരു മീനിങ് ആണ്. അതെന്താണെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Credit purchase is the purchase of materials
നോട്ട് ഓൺ ക്യാഷ് ബേസിസ് ബട്ട് ഓൺ ക്രെഡിറ്റ് ബേസിസ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കടം എന്നാണ് അർത്ഥം. കടത്തിൽ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസുകളെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺ ദി ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലല്ല, ക്യാഷ് കൊടുത്തിട്ടല്ല നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, പകരം കടത്തിനാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. എല്ലാ ബിസിനസ് ഫേമും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ റെഡി ക്യാഷ് കൊടുത്തോളണമെന്നില്ല. സാധാരണ റെഡി ക്യാഷ് കൊടുക്കാതെ 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലോ തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും മെറ്റീരിയൽസ് മേടിക്കുക. അപ്പോൾ സപ്ലയേഴ്സിന് അറിയാം, കാരണം കാലങ്ങളായിട്ട് സപ്ലയേഴ്സ് ഇവിടേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലയേഴ്സും സമ്മതിക്കും, ശരി 1 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറയും. സോ 1 മാസം കഴിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. അത്തരം പർച്ചേസുകളെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എക്സാമ്പിളിൽ ക്രെഡിറ്റ് പർച്ചേസ് അല്ല, ക്യാഷ് പർച്ചേസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുന്നു മെറ്റീരിയൽസ്. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ഓൺ ക്യാഷ് ബേസിസ്, ക്യാഷിലല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, പകരം എന്താണ്, ക്രെഡിറ്റ് ബേസിസിലാണ്. ക്രെഡിറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കടം എന്നാണ് അർത്ഥം കേട്ടോ. കടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. ഹിയർ ദ പാർട്ടി ഫ്രം ഹും മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഈസ് എ ലയബിലിറ്റി ഓഫ് ദ ഫേം വിച്ച് പർച്ചേസ് ദ മെറ്റീരിയൽസ്. നോക്കിയോളൂ, ഇവിടെ നമ്മൾ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ മെറ്റീരിയൽസ് കടത്തിന് മേടിക്കുന്നത് ആ പാർട്ടി നമുക്കൊരു ലയബിലിറ്റിയാണ് അല്ലേ. ആർക്കാണ് ലയബിലിറ്റി? ദ ഫേം വിച്ച് പർച്ചേസ് ദി മെറ്റീരിയൽ. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത ഫേമിന് ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ മെറ്റീരിയൽസ് മേടിച്ചത് ആ പാർട്ടി ഒരു ലയബിലിറ്റിയാണ്. സിമ്പിൾ ലോജിക്. നോക്കൂ, നമ്മൾ കടത്തിനാണ് മെറ്റീരിയൽസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മുടെ ഫേം ആ മെറ്റീരിയൽസ് മേടിച്ചത് ആ പാർട്ടി നമുക്കൊരു ബാധ്യതയാണ്. കാരണം എത്ര രൂപയുടെ മെറ്റീരിയൽസ് ആണോ മേടിച്ചത് അതിൻ്റെ പൈസ അവർ പറയുന്ന സമയത്തിനുള്ളിൽ തിരിച്ച് കൊടുക്കണം. ദാറ്റ് ഈസ് ദ ലയബിലിറ്റി, ബാധ്യതയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേമിന് ബാധ്യത കൂടും. ക്രെഡിറ്റ് പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാതിരിക്കില്ല, കാരണം റെഡി ക്യാഷ് കൊടുക്കാൻ എപ്പോഴും ഒരു ഫേമിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. സോ നമ്മൾ മെറ്റീരിയൽസ് സാധാരണഗതിയിൽ മേടിക്കുക ക്രെഡിറ്റ് ബേസിസിലായിരിക്കും, ദാറ്റ് ഈസ് കടത്തിനായിരിക്കും നമ്മൾ മേടിക്കുക. അപ്പോൾ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ മെറ്റീരിയൽസ് മേടിച്ചത് ആ പാർട്ടി നമുക്കൊരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മളൊരു 1-2 മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം. ഓക്കെ, ഇനി എന്താണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് നോക്കിയുള്ളൂ. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെയിൽസ് ഓഫ് മെറ്റീരിയൽസ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്. ഇത് നമ്മൾ വിൽക്കുകയാണ്. എന്തിൻ്റെ ബേസിസിലാണ്? നോട്ട് ഓൺ ക്യാഷ് ബേസിസ്, ക്യാഷ് ബേസിസിലല്ല, എഗെയിൻ ഓൺ ക്രെഡിറ്റ് ബേസിസ്. കടത്തിനാണ് നമ്മൾ വിൽക്കുന്നത്. ഇവിടെ വാങ്ങിക്കല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്രെഡിറ്റ് ബേസിൽ കടത്തിന് നമ്മൾ ഒരു പാർട്ടിക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല ഇപ്പോൾ കേട്ടോ. ക്യാഷ് ഒരു 1-2 മാസത്തിനുള്ളിലേ കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടി അതൊരു ഇൻകമായിട്ട് നമ്മളതിനെ കാണും. ഓക്കെ, അത് അക്കൗണ്ടൻസിയുടെ ഒരു പ്രത്യേകതയാണത്. ക്യാഷ് കിട്ടിയാലും ശരി ക്യാഷ് കിട്ടിയില്ലെങ്കിലും ശരി നമ്മളതിനെ ഇൻകമായിട്ട് കാണും. ഓക്കെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് എക്സ്പെൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല, അത് കൊടുക്കണമല്ലോ എന്തായാലും. സോ അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ദിവസം തന്നെ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണും. സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന ദിവസം തന്നെ ഇതിനെ ഇൻകമായിട്ടും നമ്മൾ കാണും. ഓക്കെ, ഹിയർ ദ പാർട്ടി ടു ഹും മെറ്റീരിയൽസ് ആർ സോൾഡ്. ഏത് പാർട്ടിക്കാണോ നമ്മൾ മെറ്റീരിയൽസ് വിറ്റിരിക്കുന്നത് ആ പാർട്ടി നമുക്കൊരു അസറ്റാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാശ് തരേണ്ട ആൾക്കാരാണ്, പലിശ സഹിതമോ അല്ലെങ്കിൽ പലിശ ഇല്ലാതെയോ ഇങ്ങോട്ട് കാശ് തരേണ്ട ആൾക്കാരാണ്. ഇങ്ങോട്ട് കാശ് തരേണ്ട ആൾക്കാർ നമുക്ക് ലയബിലിറ്റിയും അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് കാശ് തരേണ്ട ആൾക്കാർ നമുക്ക് അസറ്റും അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട ആൾക്കാർ നമുക്ക് എന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ഒരു പാർട്ടിക്ക് നമ്മൾ കടത്തിന് മെറ്റീരിയൽസ് കൊടുക്കുക ചെയ്തിരിക്കുന്നത് അല്ലേ. സോ അവർ നമുക്ക് 1-2 മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് കാശ് തരേണ്ട ആൾക്കാരാണ്. അത്തരം ആൾക്കാരെ നമുക്ക് എന്ത് പറയാം, അസറ്റ് എന്ന് പറയാം. ഏത് ഫേമാണോ മെറ്റീരിയൽസ് വിറ്റത് ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിക്കാണോ മെറ്റീരിയൽസ് വിറ്റിരിക്കുന്നത് ആ പാർട്ടി ഒരു അസറ്റാണ്, കാരണം ആ പാർട്ടി നമുക്ക് ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരാണ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് പർച്ചേസ് കടത്തിന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ബാധ്യത ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽസ് കടത്തിന് മെറ്റീരിയൽസ് വിൽക്കുന്നു, അപ്പോൾ നമുക്ക് അസറ്റാണ് ഉണ്ടാവുക, കാരണം ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരെ നമ്മൾ അസറ്റ് എന്നാണ് പറയുക. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഡെറ്റേഴ്സ് എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡെറ്റേഴ്സ് എന്നാണ് പറയുക. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഡെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, ഡെറ്റേഴ്സ് ഉണ്ടാവും, കാരണം ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അസറ്റാണ്, ഡെറ്റേഴ്സ്. എന്നാൽ ക്രെഡിറ്റ് പർച്ചേസാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുക.
ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരല്ല ഉണ്ടാവുന്നത്, നമുക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. നമുക്ക് ബാധ്യതയാണ് ഉണ്ടാവുക. കാരണം ഒരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കടത്തിന് മേടിക്കുക ചെയ്തിരിക്കണം. സോ അയാൾക്ക് നമ്മൾ കാശ് കൊടുക്കാണ്ട്. അത്തരം ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്രെഡിറ്റേഴ്സ്. എന്താ പറയുന്നത്? ക്രെഡിറ്റേഴ്സ്. സോ ക്രെഡിറ്റേഴ്സ് ഈസ് എ ലയബിലിറ്റി. ക്രെഡിറ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുന്നത്. അതേസമയത്ത് ഡെറ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ് ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുന്നു, ലയബിലിറ്റി ഉണ്ടാവുന്നു. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ഡെറ്റേഴ്സ്, ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാരുണ്ടാവുന്നു. ഡെറ്റേഴ്സ്, ദാറ്റ് ഈസ് ആൻ അസറ്റ്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, ജേർണൽ എൻട്രി നടത്തേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന ദിവസം നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി എഴുതും. ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, കടത്തിനാണല്ലോ മേടിക്കുന്നത്, ക്യാഷ് കൊടുക്കുന്നില്ല എങ്കിൽ കൂടി അതിനെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ആ ദിവസം തന്നെ കാണും. ക്രെഡിറ്റ് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. പർച്ചേസ് അക്കൗണ്ട്, ഓക്കെ, പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അതൊരു എക്സ്പെൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ കാണും. ക്യാഷ് കൊടുത്താലും ശരി, ക്യാഷ് കൊടുത്തില്ലെങ്കിലും ശരി, അതിന് എക്സ്പെൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ കാണും. പക്ഷേ സാധാരണഗതിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷിനെ ആയിരിക്കും. കാരണം ക്യാഷ് അല്ലേ കൊടുക്കുന്നത്. സോ ക്യാഷ് ഈസ് ആൻ അസറ്റ്. അത് കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് മേടിക്കുകയാണല്ലോ ചെയ്തത്. ആ പാർട്ടി നമുക്കൊരു ബാധ്യതയാണ്. ബാധ്യതേനെ നമ്മൾ ലയബിലിറ്റീനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ റൂള്. സോ ഇവിടെ പാർട്ടീസ് അക്കൗണ്ട്, ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ളത് ആ പാർട്ടിയുടെ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കാരണം അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? ഇൻക്രീസ് ഇൻ ലയബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ലയബിലിറ്റി കൂടും, എക്സ്പെൻസും വരും. എക്സ്പെൻസ് പർച്ചേസ് അക്കൗണ്ട്, അതിനെ ഡെബിറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ പാർട്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, കാരണം അതൊരു ബാധ്യതയാണ്. പക്ഷേ ഈ ബാധ്യത നമ്മൾ 1-2 മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. ഈ ലയബിലിറ്റി, ഈ കൂടി വന്നിട്ടുള്ള ലയബിലിറ്റി കുറയും, കാരണം നമ്മൾ പൈസ തിരിച്ചു കൊടുക്കും. പൈസ കൊടുക്കുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി നോക്കിക്കോളൂ കേട്ടോ. അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്, നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ക്യാഷ് കൊടുക്കുന്നു, ക്യാഷ് കുറയുന്നു. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. മാത്രമല്ല നമ്മൾ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ മേടിച്ചത് ആ പാർട്ടിക്കാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ആ പാർട്ടി എന്ന് പറയുന്ന ലയബിലിറ്റി പിന്നെ ഇല്ല, ഡിക്രീസ് ഇൻ ലയബിലിറ്റിയാണ് ഉണ്ടാവുന്നത്. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഡിക്രീസ് ഇൻ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കിയുള്ളൂ. പാർട്ടീസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. നേരത്തെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്, ലയബിലിറ്റി ഉണ്ടായപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ആ ലയബിലിറ്റി നില്ലാക്കുകയാണ്, അല്ലെങ്കിൽ ലയബിലിറ്റി കുറയ്ക്കുകയാണ്. സോ ഡിക്രീസ് ഇൻ ലയബിലിറ്റി സംഭവിച്ചു. അപ്പോൾ ആ പാർട്ടീനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നേരത്തെ ക്രെഡിറ്റ് ചെയ്ത അതേ പാർട്ടീനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. കാരണം നേരത്തെ ക്രെഡിറ്റ് ചെയ്ത് എന്താ കാരണം? അയാൾ നമുക്കൊരു ബാധ്യതയായിരുന്നു. ഇപ്പോൾ അയാൾ നമുക്കൊരു ബാധ്യതയില്ല, നമ്മൾ ക്യാഷ് കൊടുത്തു. അപ്പോൾ ആ ക്രെഡിറ്റ് ചെയ്ത പാർട്ടീനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. കാരണം ഡിക്രീസ് ഇൻ ലയബിലിറ്റി സംഭവിച്ചു. ഓക്കെ, ഇനി എന്താ എടുത്ത് കൊടുക്കുന്നത്? ക്യാഷ് അല്ല എടുത്ത് കൊടുക്കുന്നത്. സോ ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനാണ് റൂള്. ഓക്കെ, സോ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടീസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, പാർട്ടീസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പാർട്ടീസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, കാരണം ആ ലയബിലിറ്റി ഇനി ഇല്ല. ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, കാരണം ക്യാഷ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് ക്രെഡിറ്റ് പർച്ചേസാണ്. ഇനി ക്രെഡിറ്റ് സെയിൽസിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കിക്കോളൂ. അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസിൻ്റെ സമയത്ത്, ക്രെഡിറ്റ് സെയിൽസ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റിന് മെറ്റീരിയൽസ് വിൽക്കുകയാണ്, ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുകയാണ്. പക്ഷേ ക്യാഷ് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻകം ആയിട്ട് കാണാതിരിക്കില്ല, നമ്മൾ അപ്പം തന്നെ അതിനെ ഇൻകം ആയിട്ട് കാണും അക്കൗണ്ടൻസിയിൽ. അപ്പോൾ എന്താണ്? പാർട്ടീസ് അക്കൗണ്ട് ഒരു ലയബിലിറ്റി, ഒരു അസറ്റ് ഉണ്ടാവുകയാണ്. നമുക്കറിയാം ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾ ആണ് ഉണ്ടാകുന്നത്, ഡെറ്റേഴ്സ് ആണ് ഉണ്ടാകുന്നത്. സോ ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾ നമുക്കൊരു അസറ്റാണ്. അസറ്റ് ഉണ്ടായി, ആ പാർട്ടിയാണ് നമ്മുടെ അസറ്റ്, അല്ലേ? ഇങ്ങോട്ട് കാശ് തരാനുള്ള പാർട്ടിയാണ് നമ്മുടെ അസറ്റ്. അപ്പോൾ ആ പാർട്ടീനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അതായത് അയാൾ നമുക്ക് കാശ് തരാണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു അസറ്റാണ്, അല്ലേ? നമുക്ക് ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾക്കാർ മുഴുവൻ നമുക്ക് അസറ്റാണ്.
സോ ആ അസറ്റ് ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാർട്ടീസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ഒരു ഇൻകം കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു നമ്മൾ. അതിനെ ഇൻകം ആയതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ദ ജേണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഇവിടെ പാർട്ടീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ കാരണം അതൊരു അസറ്റാണ്, ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നോക്കൂ, അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് പർച്ചേസിൽ എന്താ ഉണ്ടാവുന്നത്? ക്രെഡിറ്റ് പർച്ചേസിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പാർട്ടീനെ ക്രെഡിറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്, കാരണം പാർട്ടി ഇവിടെ ബാധ്യതയാണ്. പക്ഷെ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന സമയത്ത് പാർട്ടീനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ലയബിലിറ്റി അല്ല, ഇതൊരു അസറ്റാണ്. അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ പേയ്മെൻറ്റ് കിട്ടുകയാണ്, ക്യാഷ് കിട്ടുകയാണ്. അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഈ പാർട്ടി നമുക്ക് ക്യാഷ് തരുന്നു. ഈ പാർട്ടി നമുക്ക് ക്യാഷ് തന്നു കഴിഞ്ഞാൽ ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. സോ ക്യാഷ് വരുമ്പോൾ ഇൻക്രീസ് ഇൻ ക്യാഷ്, അസറ്റ് കൂടുന്നു, നമ്മുടെ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. സോ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? അയാൾ ക്യാഷ് തരുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. പക്ഷെ ഇനി ഈ പാർട്ടി ഒരു അസറ്റായിട്ട് ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, കാരണം നമുക്ക് ഇനി കാശ് തരാനില്ല, കാരണം അയാൾ കാശ് തന്നു കഴിഞ്ഞു. സോ കാശ് തരാനുള്ള ആൾ അസറ്റാണ്, പക്ഷെ അത് തന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ അസറ്റ് അല്ല നമുക്ക്, കാരണം ഇനി അയാൾ കാശ് തരാനൊന്നുമില്ല. സോ നേരത്തെ ഡെബിറ്റ് ചെയ്ത ആ പാർട്ടീനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? അസറ്റ് കുറഞ്ഞു, അയാൾ ഇനി അസറ്റ് അല്ല നമുക്ക്, ആ പാർട്ടി നമുക്കിനി അസറ്റ് അല്ലാത്തത് കൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന അസറ്റ് ഇപ്പം ഇല്ലാണ്ടായി. സോ ആ പാർട്ടീനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സോ ദിസ് ആർ ദ ജേണൽ എൻട്രി. ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഇങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് നടക്കുമ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതും, ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതും. ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയ ആൾക്ക്, ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് നടത്തിയ അയാൾക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതും. ക്രെഡിറ്റ് സെയിൽസ് ആർക്കാണോ നടത്തിയത് അയാൾ നമുക്ക് ക്യാഷ് തരുമ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതും. ഓക്കെ, നമുക്കത് ഒന്ന് നോക്കാം എങ്ങനെയാണത് എൻട്രി ചെയ്യുന്നത് എന്നുള്ളത്. 12/3/2020 ഫേം പർച്ചേസ്ഡ് മെറ്റീരിയൽസ് വർത്ത് ₹12,000 ഫ്രം സെഡ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചു. ഓൺ ക്രെഡിറ്റ് ആണ്, ഓൺ ക്യാഷ് അല്ല, എന്താണ്? ഓൺ ക്രെഡിറ്റ് ആണ്. ഓക്കെ, സോ ക്രെഡിറ്റിന് സെഡ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് 12,000 രൂപയുടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. നമുക്കത് ജേണൽ എൻട്രി എഴുതണമല്ലോ. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, പർച്ചേസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ പർച്ചേസ് അക്കൗണ്ട് വരും, അതൊരു എക്സ്പെൻസ് ആണ്. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് റിക്കറിങ് ആയിട്ട് അടിക്കടി ഉണ്ടാകുന്ന ഒരു ചിലവാണ്. സോ ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, 12,000 രൂപ. ഇനി ആരുടെ കയ്യിൽ നിന്നാണ് നമ്മളത് മേടിച്ചത്? സെഡ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. സെഡ് ലിമിറ്റഡ് ഈസ് എ ലയബിലിറ്റി, നമുക്കൊരു ബാധ്യതയായിട്ടുണ്ട്. കാരണം സെഡ് ലിമിറ്റഡിന് നമുക്ക് 12,000 രൂപ കൊടുക്കാനുണ്ട്, കാരണം അവരുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് കടത്തിന് മേടിച്ചിട്ടുണ്ട്. സോ സെഡ് ലിമിറ്റഡ് ഈസ് എ ലയബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സെഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആ ബാധ്യതേനെ നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ 12,000 കാണിച്ചു. സോ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് കോളത്തിൽ 12,000 കാണിച്ചു. എന്നാൽ സെഡ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു ബാധ്യതയാണ്, കാരണം അയാൾക്ക് 12,000 രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, അത് നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. ഒരു നരേഷനും കൊടുത്തു, പർച്ചേസ്ഡ് മെറ്റീരിയൽസ് ഓൺ ക്രെഡിറ്റ് ഫ്രം സെഡ് ലിമിറ്റഡ്. അപ്പോൾ അക്കൗണ്ടൻറ്റിൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവും എന്താണ്? സെഡ് ലിമിറ്റഡിന് 12,000 രൂപ കൊടുക്കാനുണ്ട്, കാരണം അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, അത് എക്സ്പെൻസ് ആയതുകൊണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. 20/3/2020 ഫേം സോൾഡ് മെറ്റീരിയൽസ് വർത്ത് ₹21,000 ടു AC ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? മെറ്റീരിയൽസ് നമ്മൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 21,000 രൂപയുടെ മെറ്റീരിയൽസ്, മേ ബി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് മെറ്റീരിയൽസ്. സോ അത് നമ്മൾ 21,000 രൂപയുടെ മെറ്റീരിയൽസ് 20-ാം തീയതി ആർക്കാണ് വിറ്റത്? AC ലിമിറ്റഡിനാണ് വിറ്റത്. അതും ക്രെഡിറ്റ് ബേസിസിൽ തന്നെയാണ് വിറ്റിരിക്കുന്നത്. സോ ക്യാഷ് വന്നിട്ടില്ല. സോ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല, അത് നേരത്തെ ഉണ്ടായിട്ടില്ല. കണ്ടോ, ക്രെഡിറ്റ് പർച്ചേസിലും ക്യാഷ് അക്കൗണ്ട് വരില്ല, കാരണം ക്യാഷ് കൊടുക്കുന്നില്ലല്ലോ. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തിയിരിക്കുന്നത്. സാധാരണ സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് വരും, എന്നാൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് വരില്ല. സോ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത്? മെറ്റീരിയൽസ് വിറ്റു എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം ഉണ്ടായിട്ടുണ്ട്. ക്യാഷ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി, നമ്മൾ ഇൻകം അപ്പം തന്നെ കൺസിഡർ ചെയ്യും. ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനാണ് റൂള്. എന്തിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്, കാരണം ഡെബിറ്റ് അക്കൗണ്ട് ആണല്ലോ ആദ്യം എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ആർക്കാണ് വിറ്റിരിക്കുന്നത്?
നമ്മൾ വിറ്റിരിക്കുന്നത് എ സി ലിമിറ്റഡിനാണ് വിറ്റിരിക്കുന്നത്. എ സി ലിമിറ്റഡിന് 21,000 രൂപയുടെ മെറ്റീരിയൽസ് വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ സി ലിമിറ്റഡ് നമുക്ക് എത്ര രൂപ തരാനുണ്ട്? 21,000 രൂപ തരാനുണ്ട്. കടക്കാരനാണ്. നമുക്ക് നമ്മളെ സമയത്തോളം ഇങ്ങോട്ട് കാശ് തരാനുള്ള ആൾ നമുക്കൊരു അസറ്റാണ്. ആ അസറ്റിൻ്റെ പേരാണ് ഇവിടെ എന്ത്? എ സി ലിമിറ്റഡ്. അപ്പോൾ എ സി ലിമിറ്റഡിന് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണമല്ലോ. സോ എ സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ഉണ്ടായിട്ടുണ്ട്. എ സി ലിമിറ്റഡ് അക്കൗണ്ട് 21,000 രൂപയുടെ അസറ്റാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ഇൻകം ഇപ്പം തന്നെ എഴുതണമല്ലോ. ഇൻകത്തിൻ്റെ പേരെന്താണ്? സെയിൽസ് അക്കൗണ്ട് അല്ലേ? സെയിൽസ് അക്കൗണ്ട് ഇൻകം ആയതുകൊണ്ട് നമ്മളത് ക്രെഡിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തി. ക്രെഡിറ്റ് 21,000 രൂപ. ഒരു നരേഷനും കൊടുത്തു. സോൾഡ് മെറ്റീരിയൽസ് ഓൺ ക്രെഡിറ്റ് ടു എ സി ലിമിറ്റഡ്. സോ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയപ്പോൾ പാർട്ടീനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു? കാരണം ഇതൊരു ബാധ്യതയാണ്. സെഡ് ലിമിറ്റഡ് ഈസ് എ ലയബിലിറ്റി. എന്നാൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയപ്പോൾ പാർട്ടീനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അസറ്റ്. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളാണ്. അത് നമുക്ക് അസറ്റാണ്. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളെ ഡെറ്റേഴ്സ് എന്നും പറയും. അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള ആളെ ക്രെഡിറ്റേഴ്സ് എന്നും പറയും. അത് ഓർത്ത് വെച്ചോളൂ. Now on 25/3/2020 firm paid cash ₹10,000 to Z Limited. Z Limitedന് 12,000 രൂപ കൊടുക്കാനുണ്ടെന്ന് നമുക്കറിയാം. കാരണം 12,000 രൂപയുടെ മെറ്റീരിയൽസ് നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. 12-ാം തീയതി മേടിച്ചിട്ടുണ്ട്. നമ്മൾ 25-ാം തീയതി ആ പാർട്ടിക്ക് നമ്മൾ 10,000 രൂപ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത കൂടുകയാണോ ചെയ്യണത്? കുറയാണോ ചെയ്യുന്നത്? സെഡ് ലിമിറ്റഡിനോടുള്ള നമ്മുടെ ബാധ്യത 12,000 എന്നുണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു. കാരണം 10,000 രൂപ നമ്മൾ ക്യാഷ് കൊടുത്തു. സോ ബാധ്യത കുറയുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ബാധ്യത ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യാനാണ് റൂള്. ബാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പക്ഷേ ആ ബാധ്യത പിന്നീട് ഇല്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? സെഡ് ലിമിറ്റഡിനെ ഡെബിറ്റ് ചെയ്തു. സെഡ് ലിമിറ്റഡിനെ എത്ര രൂപ കൊണ്ട് ഡെബിറ്റ് ചെയ്തു? എത്ര രൂപയുടെ ബാധ്യതയെ കുറഞ്ഞത്? 10,000 രൂപയുടെ ബാധ്യത കുറഞ്ഞു. കാരണം 10,000 രൂപ നമ്മൾ ക്യാഷ് കൊടുത്തു. ഓക്കെ. അപ്പോൾ സെഡ് ലിമിറ്റഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലേ? കാരണം ഇവിടെ ബാധ്യത കുറഞ്ഞു. നമ്മൾ ആദ്യം സെഡ് ലിമിറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. അത് ബാധ്യതയായിരുന്നപ്പോൾ. ഇപ്പോൾ ബാധ്യത കുറഞ്ഞപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു? നേരെ ഓപ്പോസിറ്റ് എൻട്രി കൊടുത്തു. അതിനെ ഡെബിറ്റ് ചെയ്തു. 10,000 രൂപയുടെ ബാധ്യത കുറഞ്ഞു. ഇനിയുണ്ട് ബാധ്യത. 2,000 രൂപ ബാക്കിയുണ്ട്. അത് നമ്മൾ പിന്നീട് കൊടുക്കും. ഓക്കെ. പക്ഷെ നമ്മൾ എന്താ എടുത്ത് കൊടുത്തത്? ക്യാഷ് അല്ല എടുത്ത് കൊടുത്തത്. ക്യാഷ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള റൂള്. സോ ഒരു നരേഷൻ കൊടുത്തു. പെയ്ഡ് ക്യാഷ് ടു സെഡ് ലിമിറ്റഡ്. ഓക്കെ. 10,000 രൂപ. പക്ഷെ സെറ്റിൽഡ് ആയിട്ടില്ല. ഇനി 2,000 രൂപ കൊടുക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ കൊടുക്കാം. പേടിക്കണ്ട. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? 30-ാം തീയതി ഫേം റിസീവ്ഡ് ക്യാഷ് ₹20,000 ഫ്രം എ സി ലിമിറ്റഡ്. എ സി ലിമിറ്റഡ് ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളാണ്. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു അസറ്റാണ്. ഇങ്ങോട്ട് കാശ് തരാനുള്ള ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു അസറ്റാണ്. പക്ഷെ ആ അസറ്റ് എന്ന് പറയുന്ന ആ പാർട്ടി നമുക്ക് 20,000 രൂപ തന്നു. ഇങ്ങോട്ട് കാശ് തന്നു. സോ കാശ് തന്നു കഴിഞ്ഞാൽ ക്യാഷ് കൂടി അല്ലേ? ക്യാഷ് അല്ലേ തന്നത്? ക്യാഷ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? അസറ്റാണ് ക്യാഷ് എന്ന് പറയുന്നത്. അസറ്റ് കൂടി. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി 20,000. പക്ഷേ എ സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ അസറ്റ് 21,000 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു. കാരണം 21,000 രൂപയാണ് അയാൾ തരാണ്ടായിരുന്നത്. സോ 21,000 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും രൂപയുടെ അസറ്റ് ഇല്ല. കാരണം അയാൾ പൈസ തന്നു. സോ നേരത്തെ ഡെബിറ്റ് ചെയ്ത ആ പാർട്ടിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 20,000 രൂപയുടെ അസറ്റ് കുറഞ്ഞു. ഓക്കെ. എ സി ലിമിറ്റഡ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. എ സി ലിമിറ്റഡ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. 20,000 രൂപ തന്നു കഴിഞ്ഞല്ലോ. ഇനി അയാൾ 21,000 രൂപ തരാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എ സി ലിമിറ്റഡ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു. ആദ്യം ഡെബിറ്റ് ചെയ്തു ക്രെഡിറ്റ് സെയിൽസിൻ്റെ സമയത്ത്. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ. ഒരു നരേഷൻ കൊടുത്തു. റിസീവ്ഡ് ക്യാഷ് ഫ്രം എ സി ലിമിറ്റഡ്. എ സി ലിമിറ്റഡ് എന്ന് പറയുന്ന അസറ്റ് മുഴുവൻ തീർന്നിട്ടില്ല കേട്ടോ. കാരണം ഇനി അയാൾ എത്ര രൂപയും കൂടെ തരാണ്ട്? 1,000 രൂപയും കൂടെ തരാണ്ട്. സോ 1,000 രൂപയുടെ ഒരു ഡെബിറ്റ് ബാലൻസ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മൾ എ സി ലിമിറ്റിനെ ഡെബിറ്റ് ചെയ്ത് 21,000 രൂപയ്ക്കാണ്. ക്രെഡിറ്റ് ചെയ്ത് 20,000 രൂപയ്ക്ക്. അപ്പോൾ ഡെബിറ്റ് ഒരു 1,000 രൂപ ബാക്കിയുണ്ട്. അതായത് ഇങ്ങോട്ട് കാശ് തരാണ്ടെന്ന് അർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും എൻ്റർ ചെയ്യേണ്ടത്. ക്യാഷ് കിട്ടുമ്പോൾ അതിന് പറ്റിയ ജേണൽ എൻട്രിയും നമ്മൾ എഴുതേണ്ടതാണ്. സോ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സംഗതി പഠിച്ചത് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും ആണ്. അതെങ്ങനെയാണ് ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രിയിൽ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സോ ഞാൻ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം
നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് തരും. അത് ജേണൽ എൻട്രി പാസ് ചെയ്യണം. അത് എന്നിട്ട് നമുക്ക് നോക്കാം, ഞാനത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ വി ഹാവ് ഫിനിഷ്ഡ് പാസിംഗ് ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രീസ്. എങ്ങനെയാണ് ഒറിജിനൽ ബുക്സിൽ എൻട്രി പാസ് ചെയ്യേണ്ടത്, ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ദാറ്റ്സ് ആൾ.